കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പ് നോട്ടീസ് 1700 കോടിയുടെ നോട്ടീസാണ് നൽകിയത്. 2017-18 സാമ്പത്തിക വർഷം മുതൽ 2020-21 സാമ്പത്തിക വർഷം വരെയുള്ള പിഴയും കുടിശ്ശികയും അടക്കമാണ് നോട്ടീസ്. രേഖകളില്ലാതെയാണ് നോട്ടീസെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരായ കോൺഗ്രസിന്റെ ഹർജി തള്ളിയിരുന്നു. കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടി. 1700 കോടിയുടെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ച കാര്യം കോൺഗ്രസിന്റെ അഭിഭാഷകൻ വിവേക് തൻഖയാണ് അറിയിച്ചത്. 2016 മുതൽ 2021 വരെ കോൺഗ്രസ് നടത്തിയ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടതാണ് നോട്ടീസ്. നേരത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡുകളുടെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് കോടതിയിൽ നൽകിയിരുന്നു. കോൺഗ്രസ് നേതാവ് കമൽനാഥിന്റെ അടുത്ത അനുയായികൾ ഇലക്ട്രൽ ബോണ്ടിൽ പരാമർശിക്കപ്പെട്ട മേഘ എഞ്ചിനീയറിംഗ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായും സൂറത്തിലെ ഒരു കമ്പനിയുമായും ബന്ധപ്പെട്ട് നടന്ന റെയ്ഡ് വിവരങ്ങളും ആദായ നികുതി വകുപ്പ് കോടതിയിൽ നൽകിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന നികുതി ഇളവിന്റെ ആനുകൂല്യത്തിന്റെ പരിധി ലംഘിക്കുന്ന പണമിടപാട് നടത്തിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി, നികുതി കുടിശ്ശിക വരുത്തി, നികുതി അടയ്ക്കുന്നതിന്റെ സമയക്രമം പിഴയടക്കം നികുതി അടച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നേരെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന 2018-2019 സാമ്പത്തിക വർഷത്തിൽ നികുതി അടയ്ക്കാൻ വീഴ്ച വരുത്തിയതിൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ നിന്ന് ആദായ നികുതി വകുപ്പ് 135 കോടി രൂപ പിടിച്ചെടുത്തിരുന്നു. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. കോൺഗ്രസ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആദായ നികുതി വകുപ്പ് 520 കോടി രൂപയുടെ ക്രമക്കേടിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് നടപടിക്ക് പിന്നിലെന്ന് ആരോപിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയപരമായും നിയമപരമായും പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.